വയനാട് മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധമുയർന്നു. കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററോട് വനം മന്ത്രി ഷിബു ബേബി ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു പുത്തുമല സ്വദേശി ജെസ്സിക്കും ഭർത്താവ് ഷാജിക്കും നേരെ കാട്ടാനയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ജെസ്സി ആശുപത്രിയിലെത്തും മുന്നേ മരിച്ചു. പരിക്കേറ്റ ഷാജി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു വശം കുഴിയും ഒരു വശം വലിയ കുന്നുകളായിട്ടാണ്. അപ്പോൾ ഓടി കയറാൻ കഴിയില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി വളവ് തിരിഞ്ഞ് വരുന്ന വഴിക്കാണ് രണ്ട് ആനകളുടെ മുമ്പിൽ പെടുകയുണ്ടായി. അതിൽ ഒരു ആന മാത്രം ഇവരെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ അവർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി നിലത്തിട്ടുകൊണ്ട് തിരിഞ്ഞ് ഓടുമ്പോഴാണ് പുറകിൽ നിന്ന് ഈ സ്ത്രീയെ, ഈ ചേച്ചീനെ ആന പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. കാട്ടാനയാക്രമണത്തിൽ നാട്ടുകാർ മേപ്പാടി ടൗണിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. മനുഷ്യരെ കൊല്ല, അതിന് ആർക്കും ഒരു ഇതില്ല, പ്രതിഷേധങ്ങളില്ല. എന്നിട്ട് 5 ലക്ഷം 10 ലക്ഷം തന്നാൽ അതെല്ലാം കഴിഞ്ഞെന്നുള്ളതാണ്. അതിന് എന്തിനു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. നാളെ ഞങ്ങളും പഠിക്കുന്ന ആൾക്കാരാ, ഞങ്ങൾക്ക് മക്കളുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ മക്കൾ ആര് നോക്കും? സാധാരണക്കാരുടെ ജീവനോട് എന്താണ് വില? ഫോറസ്റ്റ് സ്റ്റേഷന്റെ 300 മീറ്റർ അടുത്താണ് ഈ ജീവൻ പോയിട്ടുള്ളത്. ഞങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഈ റോഡിൽ കൂടെയാണ് പോണത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഞങ്ങൾക്ക് അവസ്ഥ. അതുപോലെ ആ കുടുംബത്തിന് വരരുത്. ആ കുടുംബത്തിക്ക് എന്താ വേണ്ട നഷ്ടപരിഹാരം വിട്ടിട്ടാ ഞങ്ങൾ വിടുള്ളൂ. മരിപ്പ് ഇല്ലാതെ ഞങ്ങൾ ഒരാളും വിടാൻ പോലുള്ള ഇവിടെ. സൗത്ത് വയനാട് DFO സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ കൈമാറുമെന്ന് സൗത്ത് വയനാട് DFO ആഷിഖ് അലി പറഞ്ഞു. കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും DFO. നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് 14 ലക്ഷം രൂപയാണ്. 5 ലക്ഷം തന്നെ കൊടുക്കും. ബാക്കിയുള്ള പൈസ പറഞ്ഞ പോലെ 25 ലക്ഷത്തിന് പൈസ നമ്മൾ സർക്കാരിലോട്ട് സർക്കാർ തീരുമാനിച്ചാൽ 5 ഇന്ന് തന്നെ കൊടുക്കും. കാട്ടാനയാക്രമണത്തിൽ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററോട് വനം മന്ത്രി ഷിബു ബേബി ജോൺ റിപ്പോർട്ട് തേടി. എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടോ, ജനവാസ മേഖലകളിലുണ്ടെങ്കിൽ അന്നേരം എന്നെ അറിയിക്കണമെന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥർ എന്ത് റിയാക്ട് ചെയ്തു എന്നുള്ളത് പിന്നാലെ റിപ്പോർട്ട് വരുന്നതായിരിക്കും. ഇതിന് ഒരു ദിവസം കൊണ്ടൊരു പരിഹാരമില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഫോക്കസ് ഈ മേഖലയിൽ തന്നെയാണ്, പരിഹാരം കാണാൻ തന്നെയാണ്. ഷാജിയുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.